സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. ഫ്രഷ് ആയിരുന്നോ? എന്തു പറ്റി? വൈകുന്നേരം അവിടെ നിന്ന് അച്ഛനോട് സംസാരിച്ചിട്ട് വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക വല്ലാണ്ടിരിക്കുന്നു. നീ ഓക്കെ അല്ലേ? അത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ കള്ളായിപ്പോൾ. ഞാനോട്ട് ഓക്കെ എല്ലാവരും. അച്ഛൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. എന്തായാലും അച്ഛൻ എന്നെ അങ്ങോട്ട് വിടത്തില്ല, അതുറപ്പാണ്. അച്ഛൻ്റെ അഭിമാനം അതിന് സമ്മതിക്കത്തില്ലല്ലോ. ഞാനവിടെ പോയാൽ നീ എവിടെ വരുമെന്നുള്ള പേടി. ഇനി നീ വരില്ലെന്ന് പറഞ്ഞാലും അച്ഛൻ എന്നെ വിടത്തില്ല. തൃശ്ശൂനെ ആയിരിക്കും പറഞ്ഞുവിടുന്നത്. അവനാണെങ്കിൽ ആരു എന്നോട് ഇഗാഷിനെ കുറിച്ച് നീ പറയോ? അവനെങ്ങനെയാ എന്താ എന്നൊക്കെ. വേറൊന്നുമല്ല ആരു, അച്ഛൻ കോർട്ടിൽ അപ്പീൽ കൊടുത്തേക്കാ. ഈ കോമ്പറ്റീഷനിൽ ജയിച്ച് കിട്ടിയ ഗവൺമെൻറ് പ്രോജക്റ്റ് ഇല്ലേ, അത് നിങ്ങളുടെ ഗ്രൂപ്പിന് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നച്ഛൻ വീട്ടിലോട്ട് വരാത്ത അതുകൊണ്ടാണ്, അല്ലാതെ അമ്മയെ പേടിച്ചിട്ടൊന്നുമല്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബെറ്റും എനിക്കറിയത്തില്ല. അമ്മ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവരിതിൽ നിന്ന് പിന്മാറിയെന്നാണ് പറഞ്ഞ ബെറ്റിൽ നിന്ന്. അവ ഒന്നിനുമില്ല, എന്തോ റോയങ്ങളൊന്നും സംസാരിച്ച് കൺവിൻസ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഞാൻ ഇനി ഒന്നും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോയിന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം നാളെ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പിടിയില്ലടാ. ഇഗാഷ് എങ്ങനെയായിരിക്കും നിൻ്റെ രൂപത്തിൽ റിയാക്ട് ചെയ്യാൻ പോകുന്നത്? ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. എനിക്കറിയാവുന്ന ആവശ്യമാണെങ്കിൽ വല്ല തോക്കോ അവൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലും, ഉറപ്പാ. എൻ്റെ പൊന്നു ത്രിലോകെ, വിഷ്ണുവിന് ഇത് എന്തറിഞ്ഞിട്ടാ? എൻ്റെ അപ്പനല്ല ഇഗാഷ്, ഞാനും അല്ല. ഒന്നാമത് അവൻ്റെ സൈഡിൽ ആ കോഴിക്കുഞ്ഞുണ്ട് മൂട്ടിക്കൊടുക്കാനായിട്ട്. നീല പറഞ്ഞവൻ നാട്ടിൽ വന്നു. നന്നായിരിക്കും. ഇന്ന് തന്നെ ഒരു കൺഗ്രാറ്റ്സ് പറഞ്ഞപ്പോൾ ഓർമ്മ ഉണ്ടല്ലോ, ഇഗാഷിനേക്കാൾ കൂടുതൽ റിയാക്ട് ചെയ്ത അവനാ. നിനക്കറിയത്തില്ല അവനെ.
എല്ലാവരും വിചാരിക്കും കൂടെ ഉള്ള സഹോദരൻ പിടിച്ചു നിർത്തും, പിടിച്ചു മാറ്റും എന്നൊക്കെ. അവനെ തിരികൊളുത്തി കൊടുക്കുന്ന ഐറ്റമാണ്. ഞങ്ങൾ 3 പേരിൽ അല്ല, ഞങ്ങൾ 4 പേരിൽ ഋഷിയും കൂടെ കൂട്ടിയിട്ട്, ഞാൻ ഋഷിയ ഇവന്മാരെ സാധാരണ വല്ല അടിയിലോ വല്ലതും പോയി പെട്ടി കഴിഞ്ഞാൽ പിടിച്ചു മാറ്റുന്നത്. അല്ലാതെ അവന്മാർ 2 മാത്രമാണ് പോകുന്നതെങ്കിൽ ഇകാശി കയറി അടിച്ചാലും മറ്റവ ഒന്നും പറയത്തില്ല, കൊല്ലാനേ പറയത്തുള്ളൂ. ഇനി നാളെ നീ ഈ പറഞ്ഞ കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അവൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യാന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഏതായാലും ഞാൻ ഒരു കാര്യം പറയാം, ക്രിമിനൽ മൈൻഡ് അവൻ്റെ. എൻ്റെ അനിയനായോണ്ട് പറയല്ല, എന്ത് വേണോ അപ്പോഴത്തെ സിറ്റുവേഷൻ, അവൻ്റെ അപ്പോഴത്തെ മൂഡ് എങ്ങനെയാണോ അതുപോലെ കാണിച്ചു കൂട്ടും. നാളെ അവൻ്റെ മൂഡ് എന്താണോ അതുപോലെ ഇരിക്കും. അതുകൊണ്ട് എനിക്കത് പ്രവചിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നെത്രലോകെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വിഷ്ണു വെച്ച് കാണിക്കുന്ന എല്ലാം മണ്ടത്തരമാണ്. അത് അറ്റ് ലാസ്റ്റ് നീ പറഞ്ഞ പോലെ അളിയനോ അല്ലെങ്കിൽ നിനക്കോ തന്നെ ദോഷമായിട്ട് വരും. എനിക്ക് എന്തായാലും തോന്നുന്നില്ല നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന്. ഇനി പറഞ്ഞു വിടാനാണ് ഉദ്ദേശമെങ്കിൽ മിക്കവാറും ഇത് അളിയൻ്റെ തലയിൽ തന്നെ വരും കറങ്ങിത്തിരിഞ്ഞു. അതായത് വിഷ്ണുവച്ചനാണ് പറഞ്ഞു വിടുന്നതെങ്കിൽ അളിയൻ തന്നെ പോണ്ടി വരും. അഥവാ പോയില്ല എന്നുണ്ടെങ്കിൽ അറിയത്തില്ല. പിന്നെ ഇഗാഷായിട്ട് ഈ ബെറ്റ് കളഞ്ഞു എന്ന് നീ പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാ അതിൽ അപ്പയുടെ കൈയുണ്ട്. അപ്പം എന്തായാലും വീട്ടിൽ കിടന്ന് ഭയങ്കര പ്രശ്നമാക്കി കാണും. അതുകൊണ്ടായിരിക്കും അവൻ ശരി ഒരിക്കലത്തേക്ക് ക്ഷമിക്കാന്നങ്ങനെ പറഞ്ഞു കാണും. പക്ഷേ നാളെ ഈ കാര്യങ്ങൾ അറിഞ്ഞുണ്ടല്ലോ, പിന്നെ പറയണ്ട. ഏതായാലും വരുന്നതൊക്കെ കൈനീട്ടി സ്വീകരിച്ചോ, അല്ലാതെ എനിക്കെന്ത് പറയാൻ പറ്റുന്നേ. ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അല്ല, നീ ഇതെങ്ങോട്ടാ? സാധാരണ നീ ഇവിടെ ഇരുന്നല്ലേ പഠിക്കുന്നേ, ഇന്നിതെങ്ങോട്ട് പോവാ? ഇവിടെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലേ നീ കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ എനിക്ക് ഉറക്കം വരും. അതുമാത്രമല്ല ഇപ്പം നിന്റെ മൂഡൊട്ട് ഓക്കെ അല്ലല്ലോ. ഞാൻ ഗസ്റ്റ് റൂമിൽ ഇരുന്ന് പഠിച്ചോളാം. നീ ഏതായാലും കുറച്ച് ഒറ്റയ്ക്കിരിക്കും, എന്നിട്ട് കയറി കിടക്കാൻ നോക്ക്. ഞാൻ വരെ എന്തായാലും ലേറ്റ് ആവും, കുറേ ഉണ്ട് പോർഷൻസ് തീർക്കാനായിട്ട്. എക്സാമൊക്കെ വരുമല്ലേ. ചെല്ലും, ഞാൻ എന്നാൽ പോട്ടെ. ആ, എനിക്കങ്ങനെയൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. ആരും തൃശു അവനൊന്നും അറിയത്തില്ല. അച്ഛൻ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് തുള്ളാൻ ഞാൻ മാത്രം മതിയെന്ന് ഞാൻ തീരുമാനിച്ചതാ. ഇതിപ്പോൾ അവനെ കൂടെ. എന്തായാലും അവനെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം, ഉറങ്ങിയില്ലെങ്കിലോ. ആ, നീ ഉറങ്ങിയില്ലായിരുന്നോ? എന്തു പറ്റിയടാ? എന്താ നീ ഉറങ്ങാത്തെ? എന്താടാ, നിനക്ക് യാത്രാ ക്ഷീണമൊന്നുമില്ലേ? വയ്യായിക വല്ലതും ഉണ്ടോ? നീ ആയിരുന്നോ? എനിക്കെന്ത് വയ്യായിക? ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നു. നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നാളെ 8 മണിക്കകത്ത് അവിടെ ഞാനോ നീയോ ചെന്നില്ലെങ്കിൽ പ്രശ്നമാവത്തില്ലേ? അതൊക്കെ ആലോചിക്കുക. എന്നാലും ഈ അച്ഛനിത് എന്തിൻ്റെ സുഖേടാ? വെറുതെ പോകുന്നവരെ അങ്ങോട്ട് കല്ലെറിഞ്ഞ് കടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതൊരു വല്ലാത്ത കഴിവേനേട്ടാ, പറയാതിരിക്കാൻ വയ്യ. ആ പയ്യനോ അല്ലെങ്കിൽ റോയങ്കളോ വല്ലതും ചെയ്തിട്ടാണോ? പണ്ട് അമ്മ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. കുഞ്ഞാൻ്റെ പോയതിനു ശേഷം റോയങ്കൾ ആകെ ഡിപ്രഷനും സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് അച്ഛൻ്റെ ഈ ടോർച്ചർ. ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്നേക്കാൾ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് മെൻ്റലി. അവർ സമ്മതിക്കണം, അച്ഛൻ എന്തൊക്കെ കാണിച്ചിട്ടും പിടിച്ച് നിൽക്കുന്നില്ല അച്ഛനെ തിരിച്ചൊന്നും ചെയ്യാണ്ട്. കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞായിരുന്നു, റോയങ്കൾ വിളിച്ചപ്പോൾ പറഞ്ഞു എന്ന്, അവർ ബെറ്റും തേങ്ങയൊന്നും കാര്യമായിട്ടെടുത്തിട്ടില്ല, എല്ലാം കളഞ്ഞു എന്ന്. ഇനി അച്ഛൻ അടുത്ത ഗുരുമാല ഉണ്ടാക്കി വയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു. 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു പോകാമല്ലോ. സമാധാനം. സമാധാനപ്പെടാൻ വരട്ടെ, അത് പറയാനാണ് ഞാൻ വന്നത്. നിനക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ അച്ഛൻ മിണ്ടാതിരിക്കുമെന്ന്? അമ്മയെ പേടിച്ചിട്ട് വീട്ടിൽ പോകുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊന്നും ആയിരുന്നില്ല. അച്ഛൻ ഓഫീസിൽ ഇരുന്ന് അവർക്ക് അടുത്ത പണി സെറ്റ് ചെയ്യുമായിരുന്നു. ആ പ്രോജക്റ്റില്ലേ, ഈ ബോക്സിങ് കോമ്പറ്റീഷൻ വഴി കിട്ടിയ ആ പ്രോജക്റ്റിന് അച്ഛൻ അതിനെതിരെ അപ്പീൽ കൊടുത്തേക്കാണ് കോർട്ടിൽ. നാളെ തന്നെ അത് നിർത്തിവെക്കാനായിട്ടുള്ള ഇത് വരും. വന്നു കഴിഞ്ഞാൽ
അതാരാ കൊടുത്തേന്നുള്ളത് എന്തായാലും കോട്ടിന്ന് പറയും. അഡ്വക്കേറ്റ് അതിൻ്റെ നോട്ടീസ് അയക്കുമ്പോൾ അതിലെന്തായാലും പേര് കാണും. അപ്പം തന്നെ ഇതും കൂടെ അറിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ പണിയാവും മോനെ. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, പ്രോജക്റ്റ് അവർക്ക് കിട്ടൂല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരച്ഛൻ വിളിച്ച ബെറ്റി പിടിച്ച് കയറും. അതിനൊരു മാറ്റമല്ല. അത് റോയങ്ങളാവണമെന്നില്ല, അവരെ മോനായിരിക്കാം, അതായത് നിൻ്റെ അളിയൻ്റെ അനിയൻ. ഏതായാലും നീ ഒന്ന് പ്രിപ്പയർഡായിട്ടിരുന്നു. എന്നെ ഏതായാലും അങ്ങോട്ട് വിടത്തില്ല, അതുറപ്പാണ്. നീ ഇനി പോകത്തില്ല എന്ന് പറഞ്ഞാലും എന്നെ വിടാൻ പറഞ്ഞാലൊന്നും അച്ഛൻ എന്നെ വിടാൻ പോകുന്നില്ല, അതിനൊരു മാറ്റമില്ല. ഞാനവിടെ പോയി കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് വരും. അതച്ഛന് സഹിക്കാൻ പറ്റുന്നതിലധികമാണ്. ആരുവിൻ്റെ മുഖം പോലും ആ വീട്ടുകാർ കാണരുതെന്ന് അച്ഛന് വാശിയാണ്. അതുകൊണ്ട് അവനെ വീട്ടിൽ ഇരുത്തി പഠിപ്പിക്കുന്നത് തന്നെ. ഏതായാലും നീ ഒന്ന് സൂക്ഷിച്ചോ. എന്നാൽ ശരി, ഞാനിത് പറയാനാണ് വന്നത്. പിന്നെ ഞാൻ ആരുവിൻ്റെ അടുത്ത് അവൻ്റെ അനിയനെക്കുറിച്ച് ചോദിച്ചായിരുന്നു. അതൊരു മുരട് പിടിച്ച ചെറുക്കനെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പ്രിപ്പയർഡായിട്ടിരിക്കുക. ശരി, ഗുഡ് നൈറ്റ്. ഇവൻ എന്നെ സമാധാനിപ്പിക്കാൻ വന്നതാണോ അതോ ടെൻഷൻ അടുപ്പിക്കാൻ വന്നതാണോ തെണ്ടിച്ചേട്ടൻ? ഏതായാലും അമ്മയുടെ അടുത്തൊന്ന് പോയി സംസാരിക്കാം, എന്നാലേ എനിക്ക് സമാധാനമാകത്തുള്ളൂ. ഉള്ള സമാധാനം കൂടെ കളഞ്ഞിട്ട് അവൻ ഗുഡ് നൈറ്റും പറഞ്ഞ് പോയിക്കുന്ന അവൻ്റെ അമ്മൂമ്മയെ കെട്ടിക്കാനായിട്ട്. അല്ലെങ്കിലും ഈ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പന്ന റാസ്കൽ. പൂർണ്ണി, ഞാൻ ചെയ്യുന്നതൊക്കെ വലിയ തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിപ്പോ ചോദിക്കാനെന്താ? തോന്നാനൊന്നുമല്ലല്ലോ, അത് സത്യമല്ലേ. ഉള്ള എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് നിന്ന് ചോദിക്കുന്ന കേട്ടില്ലേ? അറിഞ്ഞും കൊണ്ട് ചെയ്യുന്നേ തെറ്റ്. അത് അറിയാതെ ചെയ്യുന്ന തെറ്റൊന്നുമല്ല, അബദ്ധവാ. തോന്നല് പോലും ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടും. നീ എന്തിനാ പിള്ളേരെ ഞാൻ വിറ്റു എന്നൊക്കെ പറഞ്ഞേ? നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തോ? അതെ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. എനിക്ക് തോന്നിയ കാര്യം ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ അന്നേരം തന്നെ. ഇനി ഏതായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ പിള്ളേരെ എങ്ങോട്ടും പറഞ്ഞു വിടാൻ പറ്റത്തില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീടൊക്കെ തന്നെയാണ്, പക്ഷേ അവിടുത്തെ പിള്ളേർക്ക് മുഴുവൻ നിങ്ങളോടുള്ള ദേഷ്യമാണ്. അതെല്ലാം കൂടെ എൻ്റെ കൊച്ചുങ്ങളെ മണ്ടേ തീർക്കും. അതും കൂടി കാണാനുള്ള പ്രാണിയൊന്നും എനിക്കില്ല, ഞാനിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ട് മഹാഭാരതത്തിലെ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അവിടെയും പറഞ്ഞത് വിറ്റന്തി തന്നെയാണ്. കയ്യിലുള്ള എല്ലാം വാരി കൊടുത്തിട്ടേ ഏറ്റവും ലാസ്റ്റ് ബന്ധങ്ങളും സ്വന്തങ്ങളും പോലും നോക്കാണ്ട് സ്വന്തം ഭാര്യനെ വരെ ബെറ്റിന് കരുവാക്കിയ ആൾക്കാരവർ. അതുപോലെ നിങ്ങളിപ്പോൾ കാണിച്ചേക്കുന്നത്. പറഞ്ഞ് നിങ്ങൾ സ്വന്തം മക്കളെ വരെ വച്ചു. അപ്പം പിന്നെ അതിനെ വിറ്റെന്നുള്ളതിന് എന്തോ ഞാൻ പറയണ്ടേ? ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. അത് ശരിയാ, അവര് നിന്റെയും കൂടെ മക്കളല്ലേ. ഞാൻ നിന്നോട് ചോദിക്കണമായിരുന്നു, എൻ്റെ തെറ്റാ. പൂർണ്ണി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കുട്ടിക്കാലം തൊട്ട് ഒരുമിച്ചുണ്ടായിരുന്നവര് എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു. കൂടെയുള്ള മറ്റേയാളില്ലെങ്കിൽ ഇപ്പുറത്തെ ആൾ കഴിക്കത്തില്ല. മറ്റേയാൾ സ്കൂളിൽ പോയില്ലെങ്കിൽ ഇയാൾ സ്കൂളിൽ പോകത്തില്ല. മറ്റേയാൾ കുളിച്ചില്ലെങ്കിൽ അപ്പുറത്തെ ആളും കുളിക്കത്തില്ല. ഉറങ്ങുന്ന ഒരുമിച്ച്, തിന്നുന്ന ഒരുമിച്ച്, കളിക്കുന്ന ഒരുമിച്ച്. വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും അവന് സങ്കടമായാലോ എന്ന് വിചാരിച്ച് അവൾ എവിടെയും പോകത്തില്ലായിരുന്നു. അങ്ങനെ ഒരുമിച്ച് വളർന്നിട്ട് ഒരു ദിവസം രാത്രി എനിക്ക് സുഖമായിട്ടാ, ഞാൻ ഉറങ്ങാൻ പോവാ, മെഡിസിനൊക്കെ കഴിച്ചു, 2 ദിവസം കഴിഞ്ഞ് ഡേറ്റാ എന്നൊക്കെ പറഞ്ഞ് കിടന്നിട്ട് രാവിലെ ഉണരുമ്പോൾ മരിച്ചെന്നാണ് അറിയുന്നത്. അങ്ങനെ അറിയുന്നത് നിന്റെ കൂടെ പിറപ്പാണെങ്കിൽ നിനക്ക് എന്തോന്നും പൂർണ്ണി? എനിക്കെന്തോന്നാൻ? എനിക്ക് വിഷമം. വിഷ്ണുവേട്ടാ, നിങ്ങൾ കരയാണോ? എന്തോ മനുഷ്യ നിങ്ങൾക്ക്? നിങ്ങളിങ്ങനെ കരയുന്ന ഇപ്പോ?
നിങ്ങളിതിനിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഞാൻ പിള്ളേരെ അങ്ങനെ വിടുന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഇത് ദേഷ്യത്തിന് പറഞ്ഞതാ. എനിക്ക് മനസ്സിലാവും നിങ്ങൾ കരയാതിരിക്കെ. എന്തിനാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ കാണും. പോരെ? നീ കാണും, അതെനിക്കറിയാം. പക്ഷെ നിനക്ക് നീയല്ലേ ആവാൻ പറ്റൂ പൂർണ്ണി. മഹിക്ക് പകരമാവോ? ഇല്ലല്ലോ, എനിക്ക് പറ്റണില്ല പൂർണ്ണി. എനിക്ക് അവളില്ലാതെ പറ്റൂല. അവളില്ലാത്തതിന്റെ ദേഷ്യമാണ് ഞാനിങ്ങനെ തീർക്കുന്നത്. എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന്. പക്ഷെ ഒന്നിനെ ഞാൻ വെറുതെ വിടൂല പൂർണ്ണി. കുട്ടി ജനിച്ചില്ലായിരുന്നെങ്കിൽ അവളിപ്പോ ജീവനോടെ ഉണ്ടായി പോയനെ. അവന് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ഉണ്ടായി പോയനെ. ഇല്ല പൂർണ്ണി, അവളതിനെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും പറ്റൂല. എനിക്ക് മാത്രം നഷ്ടം, എനിക്ക് മാത്രം. വിഷ്ണുവേട്ടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടരുതേ. അങ്ങനെയൊന്നുമില്ല. കരയാതെ, ഞാനില്ലേ കൂടെ. ശരിയാ, അവളെ ഇനി ആർക്കും തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. പോയത് പോയി, ഇനി അത് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. വിഷ്ണുവേട്ടൻ എന്താ ശരിയെന്ന് തോന്നുന്നു അത് ചെയ്തോ. പക്ഷെ പിള്ളേരെ വെച്ച് കളിക്കല്ലേ വിഷ്ണുവേട്ടാ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഏട്ടൻ ചെയ്യുന്ന ഒന്നിനും ഞാൻ എതിരെ നിൽക്കത്തില്ല. പക്ഷെ പിള്ളേര്, അതെനിക്ക് സഹിക്കത്തില്ല. അച്ഛാ, ഡോർ എന്താ അടയ്ക്കാത്തെ? നിങ്ങൾ കിടന്നില്ലേ? അച്ഛൻ കരയുവാണോ? അയ്യോ ചെറുക്കൻ, നീയത് ഇവിടെ? അല്ല, നിനക്കൊന്ന് കഥവ് കൊട്ടിയിട്ട് വന്നുള്ളൂടാ ചെറുക്ക. നീ കിടന്നില്ലേ? നിനക്കെന്താ ഉറക്കം വരുന്നില്ലേ? നിനക്ക് വന്നതിന്റെ ക്ഷീണമൊന്നുമില്ലേ? നീ ഫുഡ് കഴിച്ചായിരുന്നോ? നീ ഫ്രഷ് ആയായിരുന്നോ? ത്രിലോകം ഇവിടെ? എൻ്റെ പൊന്നച്ഛ, ആ മൂക്കിന്ന് വിളിക്കുന്ന മൂക്കളെയും കണ്ണീന്ന് വിളിക്കുന്ന കണ്ണീരും തുടച്ചിട്ട് അഭിനയിക്കും. അച്ഛൻ കരഞ്ഞില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് അഭിനയിക്കുന്നതെങ്കിൽ അത് വേണ്ട. ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ പോയി കിടന്ന്. എനിക്ക് ചേട്ടൻ്റെ ഇടയ്ക്ക് കയറി കിടക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, ഞാനൊരു കാര്യം രണ്ടുപേരോടും പറഞ്ഞോട്ടെ. രണ്ടുപേരും എന്തിനെക്കുറിച്ച് സംസാരിച്ചതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. തൊന്തയുടെ മോൻ തന്നെ മോങ്ങാൻ റെഡി ആയിട്ട് വന്ന് നിൽക്കുക. മോന്താണ്ട് അറിയാം ഇപ്പം കരയുമെന്ന്. തന്തപ്പത്തേര് കാണാതെ കരയുന്നത്. ഇത് നാട്ടുകാർ മുഴുവൻ കണക്ക് കരഞ്ഞ് നാണം കെടുത്തുന്ന ജന്മമാണ്. ദൈവമേ, ഇതിൻ്റെ ഓവർ ആക്ടിങ്ങിന് കാണേണ്ടി വരുമല്ലോ. ഒന്നും വേണ്ടണ്ട, തന്ത തന്നെ ചോദിക്കട്ടെ. വേണ്ടിയാ നിൽക്കാം. മാറി വിഷ്ണുവേട്ടാ, ഞാൻ ഡ്രസ്സ് എടുത്ത് വയ്ക്കട്ടെ. നീ എവിടെ പോകുന്നു? ആ ഡ്രസ്സ് എവിടെ വയ്ക്കി? അവനെന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞേ? അത് കേട്ടിട്ട് പോവാം. അവിടെ നിൽക്കും. ആ, നീ പറ, എന്തുവാ? അച്ഛേ, എനിക്ക് നിങ്ങളെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളൊന്നും ഇല്ലാതെ ഒട്ടും പറ്റത്തില്ല. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ ഇത്രയും ദിവസം ലണ്ടനിൽ പോയി നിൽക്കുമല്ലായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അമ്മയെ അച്ഛയെ എന്ത് മിസ് ചെയ്തെന്നറിയോ? അതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് അച്ഛയ്ക്ക് മനസ്സിലാവത്തേ ഇല്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല, അതാണ് സത്യം. പക്ഷെ അച്ഛൻ ഒരു കാര്യമുണ്ട്. അച്ഛൻ ഒരിക്കലും ഒരു ബെറ്റിന് വേണ്ടി എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടൂലെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു വിശ്വാസം അച്ഛൻ എന്നെ പറഞ്ഞു വിടത്തില്ലല്ലോ അല്ലേ? അയ്യ, തന്തയുടെ മോൻ തന്നെ. ചെറുക്ക, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതെ, റോയെ ഞാൻ വിളിച്ച് സംസാരിച്ചായിരുന്നു. എന്നോട് ഞാൻ ഡിന്നർ കഴിക്കുന്നതിന് മുമ്പേ പറഞ്ഞാണല്ലോ. അന്നേരം നീ ചിരിച്ചടിച്ച് തുള്ളിച്ചടി പോകുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ ഇനി എന്താ നിനക്ക്? ഇനി അത് ഓർത്ത് നീ തല പുണ്ണാക്കണ്ട കേട്ടോ. അവരത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് ഒരു നെകളിപ്പോൾ എടുക്കാതിരുന്നാൽ മാത്രം മതി. അവിടെയാ പ്രശ്നം അമ്മ. അച്ഛൻ ഓൾറെഡി നെകളിപ്പെടുത്തെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ വിവരം. അങ്ങനെയാണെങ്കിൽ അച്ഛനെടുത്ത നെകളിപ്പിൻ്റെ ബലിയാടി ഞാനായിരിക്കൂല അമ്മ. എനിക്ക് വയ്യമ്മ നിങ്ങളൊന്നും കാണാതെ നിൽക്കാൻ. അല്ല, എനിക്ക് വയ്യമ്മ കണ്ടവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ. എനിക്ക് അവരൊന്നും പരിചയം പോലും ഇല്ല.
നെകളിപ്പോ? എന്ത് നെകളിപ്പ്? എന്നതാ വിഷ്ണുവായിട്ട് ചെറുക്കാൻ പറയുന്നേ? അയ്യോ, ഇതവൾ അറിഞ്ഞില്ലല്ലോ. ഇപ്പോഴെങ്ങാട് ഇവൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ തലോടിയ കൈ കൊണ്ട് തന്നെ ഇവൾ എന്നെ തല്ലിക്കൊല്ലും. അതിനേക്കാളും നല്ലത് അറിയാതിരിക്കുന്നത്. അയ്യോ, അതിനേക്കാളും നല്ലത് ഇവൾ ആറ്റിനും ചടിച്ചാവുന്നതാ. എൻ്റെ അമ്മേ, അതൊന്നുമില്ല. നിനക്കറിഞ്ഞൂടെ ഇവൻ പണ്ട് തൊട്ട് ഇങ്ങനെയാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് കരയുന്ന സ്വഭാവം. നിനക്ക് ഓർമ്മ ഉണ്ടോ? 10ാം ക്ലാസ്സിൽ തോക്കുമെന്നും പറഞ്ഞ് കരഞ്ഞിട്ട് ഇവന് ഫുൾ A+ ഉണ്ടായിരുന്നില്ലേ? അത് തന്നെ ഇവ ഇങ്ങനെ തന്നെ. നിനക്കറിയത്തില്ലേ? മോനെ തൃശു, നീ പോയി കിടന്ന് ഉറങ്ങിക്കേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട. എന്തായാലും നിന്നെ ഞങ്ങൾ ഇവിടുന്ന് എവിടെയും പറഞ്ഞു വിടാൻ പോകുന്നില്ല. പോരെ? 2 ദിവസം ഇവിടെ നിന്നിട്ട് നിനക്ക് തിരിച്ച് ലണ്ടനിൽ തന്നെ പോവാം. സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാം. പണിയേറ്റും. വളരെ ഉപകാരം ദന്തപ്പടി. ബൈ അമ്മേ, പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നാൽ ഞാൻ പോയി ഉറങ്ങട്ടെ. ഇന്നെനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണം. അപ്പം ഞാനിവിടെ നിന്ന് എവിടെയും പോകാൻ പോകുന്നില്ല. നേരെ തിരിച്ച് ലണ്ടനിലേക്ക്. യാഹൂ. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്. എൻ്റെ ദൈവമേ, ഈ ചെറുക്കൻ എന്നാലും ഇത്രയും നാളായിട്ട് വളരാത്തെന്താണോ എന്തോ. തലയ്ക്കകത്ത് മാത്രം ആൾതാമസവും വരുന്നില്ല, ബുദ്ധിയും വരുന്നില്ല. ഇനി ഏത് കാലത്താണാവോ വളരുന്നത്? 10-23 വയസ്സായില്ലേ ഇതിന്. ശേ, ഇപ്പോഴും അമൂൽ ബേബി ആയിട്ട് നടക്കുന്നു. എന്നെങ്കിലും ഇതിന് വെളിവും വെള്ളിയാഴ്ചയും കൊടുക്കണേ ദൈവമേ. അത് നീ വിചാരിക്കുകയും വേണ്ട. ഈ പറഞ്ഞ വെളിവ് വെള്ളിയാഴ്ച നിനക്കില്ലല്ലോ, നിന്റെ മോൻ. അവനും അത് കിട്ടത്തില്ല. അത് ശരിയാ. ഞാൻ ഒറ്റയ്ക്ക് പ്രിന്ററിൽ കയറി കിടന്ന് പ്രിന്റ് എടുത്തപ്പോൾ കിട്ടിയതാണല്ലോ അവനെ. ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് അവനത് കിട്ടത്തില്ല. അത് ന്യായം. അത് പോയണ്ടേ. അയാളുടെ ഒരു കോമഡി. എൻ്റെ അമ്മേ, എന്നെ കൊണ്ടൊന്നും വയ്യ ആശു. ഇത് ഭയങ്കര പാടാ. അയ്യോ, ഇതിൻ്റെയൊക്കെ മണ്ടേ വലിഞ്ഞു കയറണം. നിനക്കൊക്കെ ഓസ്കാർ തരണം. അയ്യോ, അതെ, ഇതൊക്കെ വിചാരിച്ചാൽ എല്ലാവർക്കും പറ്റും. ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹെൽത്തൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ നോക്കണം. വല്ലപ്പോഴും ജിമ്മിലോ വല്ല എക്സസൈസോ ഒക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നടന്ന് കിതയ്ക്കത്തൂല്ല, പെട്ടെന്ന് തളരത്തൂല്ല കേട്ടാ. എന്നിട്ട് അപ്പനെ ഉപദേശിക്കാൻ പോയിക്കുന്നവൻ. എടാ, നീ ഇത് പണ്ടേ ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നിനക്ക് അമിതാഭ് ബച്ചൻ്റെ അത്ര പൊക്കം വെച്ചേനെ. അല്ലാതെ എൻ്റെ അനിയനാന്ന് പറയുന്നൊക്കെ രീതിയിൽ ഇരിക്കേണ്ടി വരത്തില്ലായിരുന്നു കേട്ടോ. നീയും അങ്ങനെ തന്നെ, മറ്റേ സാധനവും അങ്ങനെ തന്നെ. രണ്ടും കുരുട്ടടക്കമാണ്. പറഞ്ഞിട്ടൊരു കാര്യമില്ല. ആശു, നീ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. വെറുതെ അവനെ കൂടെ ഇതിനകത്തോട്ട് വലിച്ചയക്കണ്ട. വെറുതെ മനുഷ്യൻ്റെ മൂട് കളയാനായിട്ട് രാവിലെ തന്നെ അവൻ്റെ പുകഞ്ഞ വള്ളി പുറത്തു. അത് പണ്ടേ ഞാൻ തീരുമാനിച്ചതാണ്. അവൻ്റെ കാര്യം നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാ പറയുന്നത്? രാവിലെ തന്നെ മൂടുപോയി. മാറങ്ങോട്ടും അവൻ്റെ ഒരു എക്സസൈസ്, പാണ്ടാനം പിടിക്കാനും ബോക്സിങ്ങും തേങ്ങ, എനിക്കിതൊന്നും താല്പര്യമില്ല. മാറും, പോയി വല്ല തിന്ന ഉണ്ടാക്കട്ടെ. അത് നല്ല കാര്യമാണ്. അങ്ങനെ മനുഷ്യന് ഉപകാരമുള്ള വല്ല കാര്യങ്ങളും ചെയ്യാൻ നോക്ക് കേട്ടാ. പോയാ എന്തേലും പറഞ്ഞാൽ അപ്പം കടിച്ചേറി തിന്നാൻ നിൽക്കും. എക്സസൈസ് പരിപാടിയൊക്കെ കഴിഞ്ഞോണാ? അല്ല, നിന്റെ വാലെവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ല. ഏതായാലും ബെസ്റ്റ് ടൈമാണ് ഞാൻ വന്നത്. ഇവിടെ ഇല്ലല്ലോ. അല്ല, നീ ഓഫീസിൽ പോകുന്നില്ലേ? അപ്പോൾ ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ വാലിപ്പം അകത്തോട്ട് പോയതേ ഉള്ളൂ. അത് നീ പറഞ്ഞ ശരിയാ. നിൻ്റെ എന്തോ ഭാഗ്യം. പിന്നെ പോകുന്നുണ്ട്. ഇന്ന് പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുക്കേണ്ട ഡേ അല്ലേ. അതുകൊണ്ട് സൈറ്റൊക്കെ പോയി കാണണം. പിന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് വരെ ഒന്ന് പോകണം. അതിൻ്റെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട്. അതിന് കുറച്ച് പരിപാടിയുണ്ട്. ബാലിന്ന് എൻ്റെ കൂടെ വരുവാന്ന് പറയുന്നുണ്ടായിരുന്നു. രണ്ടും കൂടെ അടിയാവോ പോകുന്ന വഴിക്ക്? എടാ, നിനക്ക് അവനോട് അതൊക്കെ വിട്ടു സീനൊക്കെ തീർന്നു എന്ന് പറഞ്ഞ് ഈ പ്രശ്നം അങ്ങ് തീരത്തില്ലേ? വെറുതെ എന്തിനാ ഇങ്ങനെ ഒരു പരിഭവം പോലെ രണ്ടും അങ്ങുമായിട്ട്? ഇത് നീ തന്നെ എന്നോട് പറയണം. അവൻ്റെ അടുത്ത് വാ തുറക്കാൻ പറ്റത്തില്ല. അവൻ തന്നെ അതിനെ അടപ്പിക്കും. അപ്പോഴാണ് അവനോട് സംസാരിക്കാൻ പോകുന്നത്. എടാ, എനിക്ക് സംസാരിക്കണമെന്ന് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. എൻ്റെ തല കാണുമ്പോൾ ഓടും, വായി തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എന്തെന്നും പറഞ്ഞോട് പറയാൻ പോകാനാ? അതെല്ലാം പോട്ടെ, അവനെന്നെ വെട്ടിക്കീറി തിന്നാനുള്ള ദേഷ്യമുണ്ട്. ഏതായാലും ഞാൻ ചെയ്തൊരു തെറ്റുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു കുറ്റബോധവുമില്ല. ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്നോട്ടെ. ചിലപ്പോൾ മിണ്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവന് പഴയതൊക്കെ ഓർമ്മ വന്നാലോ. അങ്ങനെ അവന് പഴയതൊന്നും ഓർമ്മയില്ലെന്നും
അവനെല്ലാം മറന്നു എന്നാണ് നിൻ്റെ വിചാരം. അവൻ അത്ര ചെറുതൊന്നും അല്ലായിരുന്നു കേട്ടോ. +2 കഴിഞ്ഞിട്ട് നിന്ന ടൈമല്ലേ. അവനെല്ലാം ഇപ്പോഴും ഓർമ്മ കാണും. പിന്നെ അവൻ മാറി, അവന് നിൻ്റെ അടുത്തുള്ള ആ ഒരു ഫീലിങ്സ് മാറി എന്നൊക്കെയാണ് നിൻ്റെ വിചാരമെങ്കിൽ നിൻ്റെ വിചാരം നിന്നെ രക്ഷിക്കട്ടെ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും അവനെ നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. അതെൻ്റെ ചെയ്തുവാ, അവൻ എന്തായാലും മാറില്ല. മാറില്ലേ? ഇകേഷ നിന്ന് നീ എന്താ അത് അങ്ങനെ പറഞ്ഞേ? എന്താ അവൻ നിന്നോട് പഴയ കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? അവൻ ഇപ്പോഴും വല്ലതും ഉള്ള പോലെ? അവനിപ്പം നിൻ്റെ അടുത്തൊന്നുമില്ല. നീ അറിഞ്ഞോ, അവന് ബോയ് ഫ്രണ്ടൊക്കെ ഉണ്ട്. അവിടെ കൂടെ പഠിക്കുന്നൊരു ചെറുക്കൻ തന്നെയാണ്, ഡോക്ടറാണ്. ഞാനതല്ല പറഞ്ഞത്, നീ അന്ന് അങ്ങനെ ബിഹേവ് ചെയ്തതിൻ്റെ ഒരു ചെറിയ ദേഷ്യം അവന് കാണുമല്ലോ, അതാ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇപ്പോഴും നിൻ്റെ അടുത്ത പഴയ ഫീലിങ്സ് ഉണ്ടെന്നല്ല. നീ വിട്ടേ, ഞാൻ പോട്ടെ. എനിക്ക് പോയി ഫ്രഷായിട്ട് വേണം ഓഫീസിൽ പോകാനായിട്ട്. വല്ലതും കഴിച്ചുകൊണ്ട് വേണം ഇന്ന് പോകാൻ. ഇല്ലെങ്കിൽ ഞാൻ ഉച്ച വരെ പട്ടിണിക്ക് ഇരിക്കേണ്ടി വരും. ആ ക്യാൻറ്റീനിലെ ഫുഡ് എനിക്ക് പൊട്ട് ശരിയാവുന്നില്ല. മാറിക്കാൻ അങ്ങോട്ട്. അല്ല ഇക, അപ്പോൾ അവന് വേറെ ബോയ് ഫ്രണ്ടൊക്കെ ആയോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് പറയുമ്പോഴും അത് പറയാൻ മാത്രം ഞാനും അവനും തമ്മിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ. എന്നാലും ഞാൻ അറിയണ്ടേ. ഇന്നലെ ആരായിരിക്കും അവൻ്റെ കാമുകൻ? ആരായെന്ത്, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഇനി കുറ്റബോധത്ത് കിടന്ന് നീന്തണ്ടല്ലോ. എന്നാലും ഞാനെന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത്? എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് ജോലിയുണ്ട്. എങ്ങോട്ടാ രാവിലെ രണ്ടും കൂടി? എവിടെ പോവാ? അമ്മയായിരുന്നോ? അമ്മ, അവൻ തൃശ്ശൂർ എണീച്ചില്ലേ? അതേപോലെ ഇവൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം വരെയല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് കോളേജിൽ ചെല്ലാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ആവശ്യത്തിന് പോവുക. അവനിവിടെ ഒന്നും കണ്ടില്ല. ഞാൻ റൂമിൽ നോക്കി. നീ അവൻ്റെ റൂമിലല്ലേ നോക്കിയേ? ഞങ്ങളുടെ റൂമിൽ നോക്കിയില്ലല്ലോ. വെളുപ്പാങ്കാലത്തായ പണിച്ച് വന്നായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോടെ ഇന്നലെ കിടന്നേ. അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നിങ്ങൾ ടൈം കളയണ്ട, പോയിട്ട് വാ. പോയിട്ട് വരുമ്പോഴത്തേക്കും അവ ഉറക്കണിക്കും. ചെല്ല്. ഇല്ലമ്മ, ഞങ്ങൾ നേരെ ഓഫീസിലോട്ടാ. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ തീർക്കാനുണ്ടെന്ന് പറഞ്ഞു ത്രിലോകിന്. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു ഞാനും അവിടെ പോയി ഇരിക്കാമെന്ന്. ഇനി എന്നെ ഇവിടെ തിരിച്ച് കൊണ്ടാക്കി വീണ്ടും അവിടെ പോയി വീണ്ടും കോളേജിൽ പോയി എല്ലാം റിസ്ക് അല്ലേ. എന്തായാലും ഞങ്ങൾ ഫോം പൂരിപ്പിച്ച് കൊടുത്തിട്ട് നേരെ ഓഫീസിൽ പോകും. പിന്നെ അവിടെ നിന്ന് നേരെ ഉച്ചയ്ക്ക് അങ്ങ് ചെന്നാൽ മതി. അന്നേരം ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള. ആണോ? എന്നാ അങ്ങനെ ചെയ്താൽ മതി. ചെല്ല്, പെട്ടെന്നൊക്കെ പോയിട്ട് വാ. നോക്കിയും കണ്ട് പോ. അല്ലമ്മ, അച്ഛനെവിടെ? രാവിലെ കണ്ടില്ല. നിന്റെ നിന്ന് രാവിലെ ഏതോ അഡ്വക്കേറ്റിനെ കാണണം, കോട്ടി പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. അയാൾക്ക് ഓരോ സമയം ഓരോ ഭ്രാന്തല്ലേ, അതങ്ങനെ ഒരു ജന്മം. നന്നായി. അപ്പൊ വിഷ്ണു അച്ഛൻ രാവിലെ പണി തുടങ്ങി. അപ്പൊ എൻ്റെ അനിയന് ഇനി റെസ്റ്റ് കാണത്തില്ലെന്ന് അർത്ഥം. അപ്പൊ പോയാലോ ത്രിലോകെ? പോവാം അമ്മ. എന്നാൽ ഞങ്ങൾ ഇറങ്ങാം. അവൻ എണീക്കുമ്പോൾ അവനോട് പറഞ്ഞേക്ക് ഞങ്ങൾ അവൻ്റെ എക്സാമിൻ്റെ ആവശ്യത്തിന് പോയതാന്ന്. ശരി, എന്നാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് വരത്തുള്ളേ. ഇതിപ്പോ ഒരു 110 തവണ നീ നിന്ന് പറയുന്നു. ഒന്ന് ഇറങ്ങി പോടാ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആരുമില്ലാത്തപ്പോൾ ബിഗ് ബോസ് എത്തി കാണുന്നത് അതിന് സമ്മതിക്കത്തില്ല ചെറുക്കൻ. ചൈതു നീ വരുന്നുണ്ടോ? ഞാൻ ഇറങ്ങുമോ? അപ്പാ ഞാനൊന്ന് ഇറങ്ങുമോ ഇന്ന് നേരത്തെ? ഫുഡൊന്നും വേണ്ട. അഡ്വക്കേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഇഷ്യൂ എന്നാണ് പറഞ്ഞത്. നേരിട്ട് ചെല്ലുമ്പം പറയാന്നാ പറഞ്ഞേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങേര് പറയുന്നത്. എന്നാൽ ഞാൻ ഇറങ്ങുക. ചെയ്തു വരുന്നെങ്കിൽ എനിച്ചു വാ. എടാ, നീ ഇങ്ങനെ വെപ്രാളം കാണിക്കാതെ ചെറുക്കൻ കഴിച്ചില്ല. നിക്ക്, നമ്മൾ അഡ്വക്കേറ്റ് അല്ലേ. നീ സമാധാനപ്പെട്ട് കഴിച്ചിട്ട് പോവാം. ഋഷി, അവനും കൂടെ എടുക്ക്. വേണ്ടപ്പാ, എനിക്കൊന്നും വേണ്ട. അപ്പം എനിക്ക് നിൽക്കാൻ നേരമില്ല. ഋഷി, നീ അങ്ങ് വരത്തില്ലേ? അല്ലെങ്കിൽ വേണ്ട, നീ അങ്ങ് ഓഫീസിലോട്ട് ചെല്ലേ. അവിടെ ആരും കാണത്തില്ല. ഞാൻ അഡ്വക്കേറ്റ് ഓഫീസിലോട്ട് പോവാം. അപ്പോൾ പ്രോജക്റ്റിൻ്റെ കാര്യമാണ്. ഇന്നലെ കിട്ടിയില്ല ഗവൺമെൻറ് പ്രോജക്റ്റ്. അതിനെതിരെ ആരോ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തെന്നോ അങ്ങനെന്തൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതെങ്ങാണം വിഷ്ണുദാസ് ആണെങ്കിൽ തീർന്നങ്ങേര്. ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വേറെ പേഴ്സണൽ പ്രോജക്റ്റുകളെടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഒരുപാടെണ്ണം പെൻഡിങ് കിടക്കുക. അപ്പോൾ അത് ഓർത്ത് വെച്ചോ. ചെയ്തു വരുന്നെങ്കിൽ ഇറങ്ങി വാ. ആ വരുവാ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അപ്പാ അയാൾ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇനി ഇകാശ് എന്തൊക്കെ ചെയ്ത് കാണിക്കാൻ പോകുന്നതെന്ന്. അപ്പാ അല്ലെങ്കിൽ അവ ഇന്നലെ എല്ലാം കളഞ്ഞു എന്ന് പറഞ്ഞ് കയറിപ്പോയി ചെക്കന. അങ്ങേരായിട്ട് ഈ എഴന്ന് വാങ്ങുന്ന ഓരോ പണി എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഞാനും കൂടെ പോട്ടെ അവരുടെ പറയുന്നു. വേണ്ട അത് വേണ്ട. നീ അവരുടെ പറയാന്ന് പോയാൽ പിന്നെ ഓഫീസിൽ ആരാ ഉള്ളത്? അവിടെ ആരെങ്കിലും വേണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ റെഡി ആയിട്ട് വരാം. നമുക്ക് നേരെ ഓഫീസിൽ പോവാം. പിന്നെ ഇത് ചെയ്ത വിഷ്ണു ആണെങ്കിൽ ഇനി ഇക്കാര്യത്തിൽ അപ്പം ഇടപെടില്ല മോനെ, ഉറപ്പാ. ഇനി നടക്കാൻ പോകുന്നതൊക്കെ അവൻ്റെ കുടുംബത്തിൻ്റെ വിധിയാന്നങ്ങ് ഞാൻ വിചാരിക്കും. പൂർണിമയ്ക്ക് അറിയാമല്ലോ അവൻ്റെ സ്വഭാവം. അതുകൊണ്ട് അവൾ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കാനും വരത്തില്ല. അങ്ങനെ സമാധാനിക്കും. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. മോൻ കാർ എടുത്തോ. ഇകാഷ് ഗുഡ് മോർണിംഗ്. വാടോ ഇരിക്കും. എടോ ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞല്ലോ. പിന്നെ താൻ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തനിക്ക് എന്തായാലും വ്യക്തമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. എടോ ഇതിന്ന് രാവിലെ കോട്ടിയിൽ നിന്ന് വന്ന ഓർഡറാണ്. നിങ്ങളുടെ ഫാമിലി അഡ്വക്കേറ്റും കമ്പനി അഡ്വൈസറൊക്കെ ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് അവർ അയച്ചിരുന്നത് മെയിൽ. താൻ തന്നെ വായിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. ഇതെന്ത് റീ അപ്പീൽ ചെയ്തേക്കുന്നേ? ഇതാരാ ചെയ്തതെന്ന് എനിക്കറിയാം. എൻ്റെ പൊന്നശ്വിനെ, നിനക്ക് പറഞ്ഞ് മനസ്സിലാവുമല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഈ ഒരു പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കും. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന ഓർഡർ. കഴിഞ്ഞ വർഷം മുമ്പുള്ളതെല്ലാം അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതും. ഈ ഒരു വർഷത്തിൽ ഇങ്ങനൊരു ഗുലുമാൽ അയാളെ മുമ്പേ അങ്ങ് ഒതുക്കേണ്ടതായിരുന്നു. അല്ല, ഇത് അപ്പീൽ ചെയ്തേക്കുന്ന ആൾ വിഷ്ണുദാസ് തന്നെയല്ലേ? അല്ലാതെ പുറത്തുനിന്ന് വേറെ ആരും വന്നില്ലല്ലോ. എൻ്റെ പൊന്നി കാശേ, നിങ്ങൾക്ക് ബിസിനസ്സിൽ അയാളല്ലാതെ വേറെ ശത്രുക്കളില്ല. അതാദ്യം മനസ്സിലാക്കും. ഇത് അയാൾ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതോ ഇതിൽ വെണ്ടക്കേശ്വരത്ത് എഴുതിയിട്ടുമുണ്ട്. അയാളെ രാവിലെ കോർട്ടിൽ പോയി. കോർട്ട് തുറക്കുന്നതിന് മുമ്പ് അയാൾ ജഡ്ജിയുടെ വീട്ടിൽ പോയാ ഓർഡർ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നത്. ജഡ്ജിനെ പേഴ്സണലി വിളിച്ചാണ് പറഞ്ഞത് പണി നിർത്തി വയ്ക്കണം, പണി തുടങ്ങാൻ പറ്റത്തില്ല എന്ന്, റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന്. നിങ്ങളെന്തോ തിരുമാറി നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അയാളുടെ കുഴപ്പം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങൾക്ക് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി യശുവിനെ ഞാനേ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. ചെയ്തു ആ ബെറ്റ് ഞാൻ പിൻവലിച്ചിട്ടില്ലാന്ന് നീ അപ്പയോട് പോയി വിളിച്ച് പറ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അയാളുടെ മോൻ ഇന്നലെ എങ്ങോട്ടോ ലാൻഡ് ചെയ്തെന്നല്ലേ അറിഞ്ഞത്? അത് ഞാനും അറിഞ്ഞായിരുന്നു. അയാളെ ചെറുക്കൻ ലണ്ടനിൽ എന്തോ പഠിക്കുന്നത്. അവൻ ഇന്നലെ വന്നു എന്ന് അറിഞ്ഞത്. അല്ല, ഈ ബെറ്റ് അത് നീ വേണ്ടാന്ന് വെച്ചു എന്ന് റോയ് സാർ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ വിളിച്ചപ്പോൾ. ഇപ്പം എന്താ വീണ്ടും? നിന്റെ പ്ലാൻ എന്താ? അപ്പായെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചെന്തോ പറയാൻ വന്നതാ. ഞാൻ അതിന് മുമ്പേ കട്ടാക്കി. എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. പ്ലാനൊന്നുമില്ല. പ്ലാൻ സോ സിമ്പിൾ. നീ കർമ്മബലം എന്ന് കേട്ടിട്ടില്ല യക്ഷുനെ? അത് തന്നെയാണ് ഞങ്ങളുടെ പ്ലാന്. അച്ഛൻ ചെയ്തതിന് മകൻ അനുഭവിക്കണം. അത് ഏതായാലും നമുക്ക് നമ്മുടെ അളിയനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ അല്ലേ അശു? അതുകൊണ്ട് തന്നെ അളിയനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല എന്നല്ല, അളിയനെ കൊണ്ടുവന്ന മറ്റേ പര വീട്ടിൽ കയറി ഇറങ്ങും. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. അപ്പം ഇളയ മകൻ ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ തന്നെ കൊണ്ടുവരാം. നീ എന്താ പറയുന്നേ? ഞാനെന്ത് പറയാനാ? ഇത് ഞാൻ ഓൾറെഡി മനസ്സിൽ കണ്ടതാ. വിഷ്ണുദാസ് ചെയ്യുന്നതിനൊക്കെ അങ്ങേരുടെ മകൻ്റെ ദിവസം എണ്ണി തുടങ്ങി മോനെ. ചെയ്തു, നീ ഒരു കാര്യം ചെയ്യും, നേരെ ഓഫീസിലോട്ട് വിട്ടോ. ഞാൻ പോയി വിഷ്ണുദാസിൻ്റെ ഇളയ മകനെയും വിളിച്ച് വീട്ടിലോട്ട് വരാം. ആ ചെറുക്കൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? പേരല്ലേ? പേര് തൃശൂൽ വിഷ്ണുദാസ്. ത്രിലോക് വിഷ്ണുദാസ് മൂത്തവൻ, തൃശൂൽ വിഷ്ണുദാസ് ഇളയവൻ. അതായത് ഏറ്റവും ഇളയവൻ.
വീട്ടിലെല്ലാവരുടെയും ഓമനപുത്രൻ. അങ്ങനെയാണോ? അപ്പോൾ ഓമനപുത്രന് നൊന്താ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ നോവും. ആൻറ്റിയുടെ കാര്യം പോട്ടെ, അയാൾക്ക് നോവുമല്ലോ അല്ലേ? നമുക്കതാ വേണ്ടത്. അപ്പോൾ ഓമനപുത്രൻ 5-6 കരയും. ഈ ഘർഷ പക്ഷേ ഇപ്പൊ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത അയാൾ വീണ്ടും ഇതിന് പകരം വീട്ടാൻ നടക്കത്തില്ലേ? അത് വീണ്ടും നമുക്ക് പണിയാവത്തില്ലേ? ഇല്ല ഈശ്വനെ, ഇപ്പോൾ വിഷ്ണുദാസ് ഒരു അഭിമന്യുവാ, ചക്രയുഗത്തിൽപ്പെട്ട അഭിമന്യു. അതിനകത്തുനിന്ന് അയാൾ ഇറങ്ങാൻ 5-6 പാടുപെടും. അയാളായിട്ടാണ് നമുക്കൊരു കെണിയിട്ട് തന്നത്. അയാളായിട്ട് തന്നെ അയാളെ മോനെ ഇരയായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. 31 ദിവസം, അതായത് 1 മാസം മോൻ എൻ്റെ കസ്റ്റഡിയിലാണ്. അയാൾ അനങ്ങത്തില്ല.